സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് പറയുന്ന ആൾ വളരെ മികച്ച ഒരു പ്ലെയറാണ്. പക്ഷേ അയാൾ ക്യാപ്റ്റൻ എന്നുള്ള നിലയ്ക്ക് ഒരു വലിയ സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ അതേസമയം നിങ്ങൾ മഹേന്ദ്ര സിംഗ് ധോണി, അദ്ദേഹം ലോകം അറിയപ്പെടുന്ന ഒരു വലിയൊരു ക്യാപ്റ്റനാണ്, നല്ലൊരു ലീഡറാണ്. ലീഡർഷിപ്പ് ക്വാളിറ്റിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മളൊരു ഗ്രൂപ്പിനെ നയിച്ചു കൊണ്ടുപോകാം. അതായത് നമ്മുടെ ഗോൾ എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ എന്താണ് നമ്മുടെ ഒരു വിഷൻ എന്നറിയാത്ത ഒരാൾക്ക് ഒരിക്കലും ആ ഒരു കമ്പനിക്ക് എന്താണ് വേണ്ടതെന്നുള്ള ഒരു സാധനം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. അബ്സല്യൂട്ട്ലി. ആ വ്യക്തിക്കും കൂടെ അത് അറിയണം. അയാൾക്ക് അയാളുടെ ഗോളും അറിയില്ല. ഓക്കെ സാർ, ആ ഒരു മെത്തേഡ് എങ്ങനെയാണ് സാറ് ആ ഒരു യുണീക്ക് ഇതാവുന്നത് എന്നുള്ളൊരു സംഭവം? അപ്പോൾ ഏത് ഓർഗനൈസേഷൻ്റെ മെയിൻ പില്ലർ എന്ന് പറയുന്നത് നല്ല ടീമാണ്. ആക്ച്വലി മാൻ പവറാണ്. മാൻ പവർ, ഇൻഫ്രാസ്ട്രക്ചർ, പ്രോസസ്സ്, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട പില്ലേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മുടെ കമ്പനിയെ പറ്റി അല്ലെങ്കിൽ ആ ഒരു ആൾ വർക്ക് ചെയ്യുന്ന ഒരു ഫീൽഡിനെ പറ്റിയിട്ട് ആൾക്ക് എന്തൊക്കെയാണ് ഒരു ധാരണ, ആളെന്താണെന്നൊന്ന് നമ്മൾ ഇനീഷ്യലി സ്റ്റേറ്റ് ചെയ്യുക എന്നുള്ളത്. വിൽ പാർട്ട് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അതായത് അയാളുടെ ആറ്റിറ്റ്യൂഡായിട്ട് ബന്ധപ്പെട്ട അയാൾക്ക് ഇത് ചെയ്യാനുള്ളൊരു മനസ്സുണ്ടല്ലോ. നമ്മുടെ ആ ജോലിയോട് അവർക്കുള്ള ഒരു ഇഷ്ടം. 9 മണിക്ക് എത്തേണ്ട ആൾ 9:10 എത്തണുണ്ടാവുക. ചിലപ്പോൾ ആ ഒരു ഡേ തന്നെ ഇതാവാൻ മിസ്സാവാൻ ആ ഒരു കമ്പനിയുടെ വിഷനൊക്കെ എന്താണെന്ന് അറിയുന്ന ആളുകളായിരിക്കും. അപ്പോൾ അവർക്കൊരു ഈ കാലക്രമത്തിൽ ഒരു ട്രെയിനിങ് കിട്ടേണ്ട അതിൻ്റെ ഒക്കെ ഒരു ആവശ്യകത എന്തായിരിക്കും? ഈ അട്രീഷൻ HR-ന് സ്ട്രെസ് കൊടുക്കുന്നു. ഓക്കെ, ഈ സ്ട്രെസ് HR-ൻ്റെ ജോലിനെ കാര്യമായി ബാധിക്കുന്നു. ഇത് ബാക്കിയുള്ള എംപ്ലോയീസിനെയും ബാധിക്കുന്നു. ഇത് മാനേജ്മെൻറ്റിനെയും ബാധിക്കുന്നു. അപ്പോൾ ശരിക്കും എന്താ പറയുക, നമ്മുടെ ഒരു ഓർഗനൈസേഷനാണെങ്കിൽ പോലും ഒരാളെ നമ്മൾ ചൂസ് ചെയ്യും, മാനേജർ അല്ലെങ്കിൽ ഒരു ഹെഡ് പൊസിഷനിലേക്ക് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ആളുടെ സ്കില്ലിനപ്പുറത്തേക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റിക്കാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. മാനേജറായ ചീത്ത പറയുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സ്ക്രൂ ചെയ്യുന്ന, ഞെട്ടിക്കുന്ന ഒരാളാണ് ലീഡർ അല്ലെങ്കിൽ മാനേജർ എന്നാണ് ആ വ്യക്തിയുടെ ധാരണ. ഇപ്പം നമ്മളെ ടീം ലീഡർ ശരിക്കും അയാളൊരു കുഞ്ഞനിയനെ പോലെ കൊണ്ടു നടക്കേണ്ട ആളാണ്. അയാളാണ് ഈ പ്രശ്നത്തിലേക്ക് വരുന്നതെങ്കിൽ ഹി ഹാസ് സം പ്രോബ്ലം. ഇതിനെ നമ്മൾ ശരിക്കും അഡ്രസ്സ് ചെയ്യേണ്ടതാണ്. അഡ്രസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാളുടെ ഒരു പാസ്റ്റ് നമ്മൾ അനലൈസ് ചെയ്യണം. അയാൾക്കൊരു വീക്ക് പോയിന്റ് ഉണ്ടാവും. അയാൾ എന്തുകൊണ്ട് അങ്ങനെ ബിഹേവ് ചെയ്യുന്നുള്ള ഒരു റീസൺ ഉണ്ടാവും. എവറിത്തിങ് റീസൺ. HR എന്ന് പറയുന്ന ആൾ ഭയങ്കര ഇമ്പാർഷ്യൽ ആയിരിക്കണം. ഇയാൾ ഇങ്ങനെ ആയതിന് അയാളുടെ മാനേജർക്ക് ഉത്തരവാദിത്തമുണ്ട്. ബിക്കോസ് അയാളാണല്ലോ ഇയാളെ ഗ്രൂം ചെയ്ത് കൊള്ളുന്നുണ്ടാവും. അപ്പോൾ ഇയാളുടെ പാസ്റ്റ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരാളുടെ കൂടെ ആയിരിക്കും ചിലപ്പം ജോലി ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ പുതിയ വന്ന ആൾ ചിലപ്പോൾ ഒരു ഭീഷണിയായേക്കാം. ഇയാൾ ചിലപ്പോൾ എന്നെക്കാളും കൂടുതൽ കയ്യടി വാങ്ങിയേക്കാം. എനിക്കിവിടെ ഒരു വാല്യൂ ഉണ്ട്, അത് നഷ്ടപ്പെട്ടേക്കാം എന്നുള്ള പല സ്ഥലങ്ങളും നമ്മൾ ഫാമിലികളിൽ അത് കണ്ടിട്ടുള്ളതാണ്. ഇപ്പം നമ്മൾ പല സ്ഥലങ്ങളിലും വീടുകളിലുള്ള കണ്ടില്ലേ, നാത്തൂന് പോരും അമ്മയ്യ പ്രശ്നങ്ങളെന്നൊക്കെ. രോഹിത് ശർമ്മനെ എടുക്കുകയാണെങ്കിൽ, ഇപ്പുറത്ത് വിരാട് കോഹ്ലി, ഈ 2 പേരും പുള്ളിയുടെ അണ്ടറിലുണ്ടായിരുന്നു. ഈ 2 പേരും എക്സ്ട്രാ ഓർഡിനറിലി ടാലൻറ്റഡാണ്. പക്ഷേ അവർ തമ്മിൽ ചിലപ്പോൾ ഇടയ്ക്ക് ഫ്രിക്ഷനും കാര്യങ്ങളൊക്കെ നമ്മൾ പത്രങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ടാവും ഈ വേൾഡ് കപ്പിലൊക്കെ ഫൈനലിൽ. പക്ഷേ ഈ ധോണി അവസാന നിമിഷം വരെ, ആ ഒരു പന്ത് എറിഞ്ഞ് തീരുന്നത് വരെ ഇയാൾ ആ ഫ്രണ്ടിൽ ഇങ്ങനെ മല പോലെ ഉറച്ച് നിൽക്കുന്ന ഒരാൾ. അതാണ് ഈ മഹേന്ദ്ര സിംഗ് ധോണി എന്ന് പറയുന്നത്. അയാൾ അതിൽ ഭയങ്കരമായിട്ട് വിജയിച്ച ആളാണ്. ഗ്രോത്ത് എന്നത് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിനാണെങ്കിലും കരിയർ ഗ്രോത്തിനാണെങ്കിലും നമ്മളിന്ന് അത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ടോപ്പിക്കിനെ പറ്റി ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് കോർപ്പറേറ്റ് ട്രെയിനറും ഓട്ടോമൊബൈൽ ട്രെയിനിങ് സ്പെഷ്യലിസ്റ്റായ അൻവർ സാറാണ്. 15 വർഷത്തോളം ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻഡസ്ട്രിയിൽ എക്സ്പീരിയൻസ്, അതുപോലെ ടാറ്റ, ഹൂണ്ടൈ, ഏതർ, ഹീറോ, ഫോക്സ് വാഗൺ പോലുള്ള ബ്രാൻഡുകൾ ട്രെയിനിങ് കൺസൾട്ടൻ്റായും മേഴ്സിഡീസ്, ഓഡി പോലുള്ള ബ്രാൻഡുകൾ എക്സ്പീരിയൻസുമുള്ള അൻവർ സാർ ഒരു ഓർഗനൈസേഷനിൽ ട്രെയിനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസും അതുവഴി എംപ്ലോയീസിനും ഓർഗനൈസേഷനും ബിസിനസ് ഗ്രോത്ത്, പ്രോഫിറ്റബിലിറ്റി തുടങ്ങിയ എങ്ങനെ വർദ്ധിപ്പിക്കാമെന്നും ഒരു ടോപ്പിക്കിനെ പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. അപ്പം നമുക്കതിനെ പറ്റി ആ ഒരു ഷോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഹായ് സാർ. ഹായ്. അപ്പം സാറ് ഇപ്പം ഒരു ട്രെയിനറാണ്, അല്ലെങ്കിൽ ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ സാറിൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ എന്താണ് ട്രെയിനിങ് എന്ന് ചോദിച്ചിരിക്കുകയാണ്. സാറിൻ്റെ ഒരു ആൻസർ എങ്ങനെയായിരിക്കും? ഇറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ ആക്ച്വലി. അത് പബ്ലിക്കിലെ പലരും ചോദിക്കുന്നതാണ്, എന്തിനാണ് ഈ ട്രെയിനേഴ്സ്, അവരുടെ പർപ്പസ് എന്നുള്ളത് അല്ലേ? കറക്റ്റ്. അതായത് ട്രെയിനിങ് എന്ന് പറയുന്നത് ഓർഗാനിക്കലി എല്ലാ മനുഷ്യരും ട്രെയിൻ ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പം ഞാനും നിങ്ങളും നമ്മുടെ ചുറ്റിലുള്ള ആളുകളും നമ്മുടെ വീട്ടിലെ കുട്ടികളും ഒക്കെ ട്രെയിൻ ചെയ്യപ്പെടുന്നുണ്ട്. അത് ഒരു പരിധിവരെ സൊസൈറ്റി നമ്മളെ ട്രെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ഫാമിലിയിലെ ആളുകൾ ട്രെയിൻ ചെയ്യുന്നുണ്ട് അല്ലേ? കറക്റ്റ് അല്ലേ? കറക്റ്റ്. ഈ ട്രെയിനിങ് എന്ന് പറയുന്നത് അത് ഒന്നുകിൽ നിങ്ങൾക്കത് നെഗറ്റീവായിട്ട് ഭവിക്കും, അല്ലെങ്കിൽ അത് വളരെ നല്ല രീതിയിൽ പോസിറ്റീവായിട്ടും ഭവിക്കും. കറക്റ്റ് അല്ലേ? സോ ഈ ട്രെയിനിങ്സ് എന്ന് പറയുന്നതിന് റിക്വയർമെൻ്റ് ആയി വരുന്നത് മിക്ക സമയത്തും കമ്പനികൾക്കായിരിക്കും. അപ്പോൾ ഓരോ കമ്പനികളും റൺ ചെയ്യുന്നത് ഡെഫിനറ്റ്ലി റവന്യൂ ജനറേറ്റ് ചെയ്യാനായിരിക്കും അല്ലേ? എല്ലാവരും ബിസിനസ് ചെയ്യുന്നത് റവന്യൂ ജനറേറ്റ് ചെയ്യാനാണ്. അപ്പോൾ ഈ റവന്യൂ ജനറേറ്റ്
ജനറേറ്റ് ചെയ്യുന്ന ആളുകൾ എന്ന് പറയുന്നത് ഫ്രണ്ട് ലൈനിൽ നിൽക്കുന്ന ആളുകളായിരിക്കും, ലൈക്ക് സെയിൽസിൽ. സോ ഈ സെയിൽസിൽ നമ്മൾ ഒരാളെ റിക്രൂട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അയാൾ ആ ജോലി ഏൽപ്പിച്ചു കൊടുക്കുന്നു. കറക്റ്റാ? ഇപ്പോൾ ഇന്ന് അയാൾ ജോലിക്ക് ജോയിൻ ചെയ്യുന്നു. അയാൾ നാളെ മുതൽ അയാളെ ഫീൽഡിലേക്ക് നമ്മൾ ഇറക്കി വിടുകയാണ്. അല്ലെങ്കിൽ ഷോറൂം സെയിൽസ് ആയിക്കോട്ടെ, അതൊരു ഷോപ്പിലെ സെയിൽസ് ആയിക്കോട്ടെ, അത് ടെലി സെയിൽസ് ആയിക്കോട്ടെ, എന്തോ. അപ്പോൾ അയാളെ ആ ജോലി ഏൽപ്പിച്ചിട്ട് അങ്ങനെ ചെയ്യാൻ പറയുകയാണ് പൊതുവെ ചെയ്യുക, അല്ലേ? അപ്പോൾ ഇയാളെ നമ്മൾ ഈ പെർട്ടിക്കുലർ ജോലിയിലേക്ക് വിടുന്നതിന് മുമ്പ് നമ്മൾ ഉറപ്പ് വരുത്തേണ്ട ഒരു കാര്യം, ഇയാൾക്ക് ഈ ജോലിയെ പറ്റിയിട്ട് നല്ല വ്യക്തതയുണ്ടോ, എന്താണ് ഒരു ഓർഗനൈസേഷൻ ആ ആളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത്, അതിന് വ്യക്തമായ ധാരണയുണ്ടോ എന്നുള്ളൊരു ചോദ്യം ആക്ച്വലി നമ്മളോട് തന്നെ ചോദിക്കും. ഇപ്പം നമ്മൾ ആ കമ്പനി റൺ ചെയ്യുന്ന ആളാണെങ്കിൽ നമ്മളോട് തന്നെ ചോദിക്കണം, ഇയാൾക്ക് ഞാൻ വ്യക്തമായിട്ട് ഇത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ, ഒന്ന്. രണ്ടാമത്തത്, ഈ പെർട്ടിക്കുലർ വ്യക്തിക്ക് ഇതിനെപ്പറ്റിയുള്ള നല്ല അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടോ. ഞാൻ പറഞ്ഞു കൊടുത്താൽ പോലും അതിനെപ്പറ്റിയിട്ട് അണ്ടർസ്റ്റാൻഡിങ് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനും ചിലപ്പം ആൻസർ നോ എന്നായിരിക്കും ഉണ്ടാവുക. പിന്നെ മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഇയാൾ ആ ചെയ്യാൻ പോണ ജോലിയിൽ ട്രെയിൻഡ് ആണോ. ചിലപ്പോൾ മിക്ക സമയത്തും ഫ്രഷേഴ്സൊക്കെ ആയിരിക്കും. അപ്പോൾ അയാൾ ആ ജോലി ഏൽപ്പിച്ചു വിടുമ്പോൾ അയാളുടെ ധാരണയ്ക്കായിരിക്കും പല കാര്യങ്ങളും ചെയ്തു പോകുന്നുണ്ടാവുക. അതൊരിക്കലും റൈറ്റ് ആയിട്ടുള്ള വേല ആയിരിക്കണം എന്നില്ല. നാലാമത്തതെന്ന് പറയുന്നത്, ഇത് ചെയ്തുകൊണ്ട് ഇയാൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ. എക്സാമ്പിൾ, നമ്മൾ ഇൻസെൻറ്റീവ്സ് എന്നതിനേക്കാൾ ഉപരി ഇയാളുടെ കരിയറിൽ ഒരു ഉയർച്ച ഉണ്ടാവുമോ, അയാളുടെ ജീവിതം നല്ല നിലവാരത്തിലേക്ക് വരുമോ, അയാൾക്ക് ഈ ഒരു ജോലി കൊണ്ട് സ്വന്തം കുടുംബത്തിനെ നന്നായിട്ട് നോക്കാൻ പറ്റുമോ, അയാളുടെ ഫിനാൻഷ്യൽ നീഡുകൾ നടക്കുമോ, ഇതിനെപ്പറ്റിയൊന്നും അയാൾക്ക് വ്യക്തമായിട്ട് ധാരണ ഉണ്ടാവില്ല. അതായത് നമുക്ക് ഒരു കമ്പനിയുടെ ഗ്രോത്ത്, അതേപോലെ തന്നെ എംപ്ലോയിൻ്റെ ഒരു ഗ്രോത്ത്, രണ്ടുപേരുടെയും ഗ്രോത്തിന് ഒരു ട്രെയിനിങ് മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അബ്സല്യൂട്ട്ലി. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം യെസ് എന്നുള്ള ഒരു ഉത്തരവാണെങ്കിൽ ഇയാൾക്ക് ഈ ജോലി ചെയ്തിട്ട് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ. സോ അതൊരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ എക്സ്പീരിയൻസ് ഇല്ലാത്ത, ട്രെയിൻഡ് അല്ലാത്ത, അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്ത, കമ്പനിയുടെ എക്സ്പെക്റ്റേഷൻസ് അറിയാത്ത, കമ്പനിയുടെ ഗോൾ അറിയാത്ത ഒരാളെയാണ്, ഒരു റോ പ്രൊഡക്റ്റിനെയാണ് ശരിക്കും നമ്മൾ ഒരാളെ ജോലിക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നത്. ഇനീഷ്യലി നമ്മൾ ഹയർ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരാളായിരിക്കും നമ്മുടെ കമ്പനിയിലേക്ക് വരുന്നത്. അബ്സല്യൂട്ട്ലി. അപ്പോൾ വേറൊരു സ്ഥലത്തുനിന്ന് ജോലി ചെയ്ത് വന്ന ഒരാളാണെങ്കിൽ പോലും അയാൾക്ക് നിങ്ങളെ ഗോളുകളെ അറിയില്ല, നിങ്ങളെ കമ്പനിയുടെ ഉദ്ദേശങ്ങളെ അറിയില്ല, എത്രത്തോളം പ്രോസസ് ഓറിയൻറ്റഡ് ആണ് നിങ്ങളെ കമ്പനി എന്ന് അറിയില്ല, അതിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്ന റവന്യൂ എങ്ങനെ വേണമെന്നുള്ളതിനെ പറ്റി ഒന്നും അറിയാത്ത ഒരു റോ പ്രൊഡക്റ്റിനെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ആ ജോലി ഏൽപ്പിച്ചു കൊടുക്കുക ചെയ്യാം. അപ്പോൾ എന്തായിരിക്കും അജയുടെ ഒരു അഭിപ്രായത്തിൽ അത് വർക്കൗട്ട് ആവുമോ? അതായത് നമ്മുടെ ഗോൾ എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ എന്താണ് നമ്മുടെ ഒരു വിഷൻ എന്നറിയാത്ത ഒരാൾക്ക് ഒരിക്കലും ആ ഒരു കമ്പനിക്ക് എന്താണ് വേണ്ടതെന്നുള്ള ഒരു സാധനം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. അബ്സല്യൂട്ട്ലി. ആ വ്യക്തിക്കും കൂടെ അത് അറിയണം. അയാളുടെ ഗോളും അറിയില്ല, അയാളുടെ ലക്ഷ്യം അറിയില്ല. അയാൾ എങ്ങനെയാണ് നിങ്ങളുടെ ജോലിയിലേക്ക്, നിങ്ങളുടെ കമ്പനിയിലേക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ട് ഒരു ജോലി അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ HR ഡിപ്പാർട്ട്മെൻറ്റ് ചാടി അയാളങ്ങ് പിക്ക് ചെയ്തിട്ട് കൊണ്ടുപോയിട്ട് ഒരു സ്ഥലത്ത് പ്ലേസ് ചെയ്യും. കാരണം അയാളൊരു അനാലിസിസ് ഒന്നും പലപ്പോഴും നടത്താറില്ല. അപ്പോൾ ഈ ഒരാളെയാണ് നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ പ്ലേസ് ചെയ്യുന്നത്. അതിലൊരു വലിയൊരു വിരോധാഭാസമുണ്ട്. അപ്പോൾ ഈ റോ പ്രൊഡക്റ്റിനെ നമ്മൾ ട്രെയിൻ ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞ സൊസൈറ്റി നമ്മളെ അറിയാതെ ട്രെയിൻ ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ആളുകൾ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആളുകൾ, വീടിൻ്റെ ചുറ്റുമുള്ള ആളുകൾ, റിലേറ്റീവ്സ്, ബ്രദേഴ്സ്, ഫാദർ, മദർ, ഇവരൊക്കെ നമ്മളെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരുന്നത് പോലെ എന്ത് ചെയ്യണം, നമ്മൾ ഈ കമ്പനിയിൽ വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് ട്രെയിൻ ചെയ്ത് കൊണ്ടുവരണം. ട്രെയിനിങ് എന്ന് പറയുന്നത് ഒരു ക്ലാസ് റൂം ട്രെയിനിങ് ഒന്നും മാത്രമല്ല കേട്ടോ. അത് ഒരു ദിവസം കൊണ്ട് ഒരാൾ ട്രെയിൻ ചെയ്ത് റെഡിയാക്കുക അങ്ങനെയൊന്നും പറ്റില്ല. അയാളെ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ട്രെയിൻ ചെയ്ത് ഡെവലപ്പ് ചെയ്ത് തന്നെ ഇവാലുവേറ്റ് ചെയ്ത്, അതാണ് ശരിക്കും ട്രെയിനിങ് എന്ന് പറയുന്നത്. നമ്മൾ പല ടൈപ്പ് ട്രെയിനിങ്സ് കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട്. വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള മെത്തേഡായിട്ടാണ് എൻ്റെ ക്ലയൻസ് എന്നോട് പറയുന്നത്. സോ അതാണ് ഞാൻ പറഞ്ഞത്. സാർ ആ ഒരു മെത്തേഡ് എങ്ങനെയാണ്, ഇപ്പം എങ്ങനെയാണ് സാറ് ആ ഒരു യുണീക്ക് ഇതാവുന്നത് എന്നുള്ളൊരു സംഭവം? ഡെഫിനറ്റ്ലി. അതായത് നമ്മൾ ഒരു ഓർഗനൈസേഷനിൽ ജോലി, ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ അജയുടെ കമ്പനി ഈ കമ്പനിയാണെന്ന് വിചാരിക്കുക, ഈ ഒരു ഓർഗനൈസേഷനാണെന്ന് വിചാരിക്കാം. അജയുടെ ഓഫീസിൽ ഒരാൾ ഇന്ന് ജോയിൻ ചെയ്യാണ്. സോ അയാൾ കയറി വരുമ്പം തന്നെ അയാളുടെ ഉള്ളിലൊരു ആങ്സൈറ്റി ഉണ്ടാകും. കാരണം പുതിയ പ്രിമൈസാണ്, പുതിയ സെറ്റപ്പാണ്, പുതിയ സ്റ്റാഫാണ്, സീനിയേഴ്സ് ഉണ്ട്, ജൂനിയേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ കയറി വരുന്ന ഒരാൾക്ക് എന്തായാലും ഒരു ആങ്സൈറ്റി ഉണ്ടാവും. പുതിയൊരു സ്ഥലമാണ്, പരിചയപ്പെടുക എന്നുള്ളത് ഭയങ്കര ടഫായിട്ടുള്ളൊരു ടാസ്ക്കാണ്. അപ്പോൾ അയാൾ ഈ ഭയം അയാളുടെ അടുത്ത് മാറ്റിയെടുക്കുക എന്നുള്ളത് ആദ്യം, അയാളുടെ ഉള്ളിലുള്ള ഭയത്തിനെ ആദ്യം മാറ്റുക എന്നുള്ളതാണ്. ഭയത്തിനെ മാറ്റണമെങ്കിൽ നമ്മളൊരു നല്ലൊരു ഓറിയൻറ്റേഷൻ പ്രോഗ്രാം
ഓക്കെ. ഡെഫിനറ്റ്ലി ചെയ്യണം. അത് ആക്ച്വലി ഈ ഒരു റിക്രൂട്ട്മെൻറ്റും ഓൺ ബോർഡിങ്ങും എല്ലാം ശരിക്കും ഒരു HR-ൻ്റെ ഉത്തരവാദിത്തം ആയതുകൊണ്ട് ആക്ച്വലി ആ ഡിപ്പാർട്ട്മെൻറ്റാണ് അത് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ കമ്പനിയിലെ ആളുകളെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി, ഫോർമലി പരിചയപ്പെടുത്തി കൊടുക്കുക. സോ ലെറ്റ് ദം ഗിവ് ദ ഷെയ്ക്ക് ഹാൻഡ്സ്. അപ്പോൾ തമ്മിൽ കണക്റ്റ് കിട്ടും. അപ്പോൾ ഈ ആൾക്ക് ഫീൽ ചെയ്യും ഓക്കെ ദിസ് ഓർഗനൈസേഷൻ സ്യൂട്ട് ഫോർ മീ, ഇതൊരു നല്ല ഓർഗനൈസേഷനാണ്. അപ്പോൾ ഒരു ഫാമിലിയിലേക്ക് ഒരാളെ വെൽക്കം ചെയ്യുന്ന പോലെ നമുക്ക് അയാളെ വെൽക്കം ചെയ്യാം അല്ലേ. ഒരു മീറ്റിംഗ് ഒക്കെ വെച്ച് അല്ലെങ്കിൽ എല്ലാവരും ഒന്ന് കോമൺ ആയിട്ട് ഇരുത്തി അല്ലെങ്കിൽ ഭയങ്കര കാഷ്വലായിട്ട് ആളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം നമ്മുടെ ടീമിൻ്റെ ഇടയിലേക്ക്, അങ്ങനത്തെ ഒരു കറക്റ്റ്. അപ്പോൾ ഇപ്പോൾ അജയ് ആണ് ആ പെർട്ടിക്കുലർ വ്യക്തിയുടെ സ്ഥാനത്തെങ്കിൽ അജയിൻ്റെ ആങ്സൈറ്റി പകുതി കുറയും. അതുകൂടാതെ നിങ്ങൾ ഗ്രൂപ്പായിട്ട് അയാൾക്കൊരു വെൽക്കം കൊടുക്കുന്നു, ഒരു ബൊക്കെ കൊടുക്കുന്നു. സോ ഈ ടെൻഷൻ മാറിയിട്ട് അയാൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ടീമിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഏത് ഓർഗനൈസേഷൻ്റെ മെയിൻ പില്ലർ എന്ന് പറയുന്നത് നല്ല ടീമാണ്. ആക്ച്വലി മാൻ പവർ, ഇൻഫ്രാസ്ട്രക്ചർ, പ്രോസസ്സ്, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട പില്ലേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ മാൻ പവർ എന്ന് പറയുന്ന ഈ ഒരു ഏരിയ അത് തമ്മിൽ സിങ്ക് ആയില്ലെങ്കിൽ ഈ ഒബ്ജക്റ്റീവ്സ് ഒന്നും ഈ ഗോളുകളൊന്നും നടക്കില്ല. അപ്പോൾ ആ ഒരു പ്രോസസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു 1 ഡേ അയാളൊന്ന് ഫെമിലിയർ ആകട്ടെ. രണ്ടാമത്തെ ദിവസം തൊട്ട് ശരിക്കും ഇയാൾക്ക് നമ്മൾ ട്രെയിനിങ്ങുകൾ കൊടുത്തിട്ടുണ്ട്. ട്രെയിനിങ് എന്ന് പറയുന്നത് ക്ലാസ് റൂമിൽ ഇരുത്തിരുന്ന് നീ ഇന്നത് ചെയ്യണം, ഇതാണ് നിൻ്റെ ടാർഗറ്റ്, ഇത് ഇന്ന ദിവസത്തിൽ എത്തിയില്ലെങ്കിൽ നിൻ്റെ പണി പോകുന്നുള്ള മെസ്സേജ് അല്ല കൊടുക്കേണ്ടത്. പകരം അയാൾക്ക് ഈ ജോലിനെ പറ്റി എന്തൊക്കെ ധാരണകളുണ്ടെന്നുള്ളത് ആദ്യം മനസ്സിലാക്കി. അതായത് നമ്മുടെ കമ്പനിയെ പറ്റി അല്ലെങ്കിൽ ആ ഒരു ആൾ വർക്ക് ചെയ്യുന്ന ഒരു ഫീൽഡിനെ പറ്റിയിട്ട് ആൾക്ക് എന്തൊക്കെയാണ് ഒരു ധാരണ, ആളെന്താണെന്ന് നമ്മൾ ഇനീഷ്യലി സ്റ്റഡി ചെയ്യാൻ. യെസ്. മാത്രമല്ല നിങ്ങൾ അയാളൊരു ജോലി ഏൽപ്പിച്ചു കൊടുക്കണ്ടല്ലോ, അതിനെപ്പറ്റി ഇയാൾക്ക് ധാരണ ഉണ്ടെന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾ എഴുതി വെച്ചോളൂ, മെജോറിറ്റിയും ഇതിനെപ്പറ്റി ഒരു ധാരണയില്ലാതെ വരണ്ടാവുക. ഇയാൾ അടുത്ത ദിവസം തൊട്ട് ഫീൽഡിൽ ഇറങ്ങണം. ഐദർ ഒരു ഫീൽഡ് സെയിൽസ് ആയിക്കോട്ടെ, അതൊരു മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, സെയിൽസ് ആയിക്കോട്ടെ, ഷോറൂം സെയിൽസ് ആകാം, അല്ലെങ്കിൽ ടെലി സെയിൽസ് ആകാം, ഇയാൾ അതിലേക്ക് ഇറങ്ങാം. അപ്പോൾ അയാളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ട് ഇതെല്ലാം ചെയ്യാം. ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അയാളുടെ ഒരു ധാരണ, പെർസ്പെക്റ്റീവിലായിരിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കറക്റ്റാ. അപ്പോൾ നിങ്ങളുടെ പെർസ്പെക്റ്റീവ് ഡിഫറെൻ്റ് ആണ് അയാളുടെ. അപ്പോൾ ഇതിനൊരു ഒരു യൂണിഫോമിറ്റി, ഒരു സ്വഭാവം വേണം, അങ്ങനെ ഒരു സ്വഭാവം വേണം. ആ സ്വഭാവം ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് സ്ട്രക്ചേർഡ് ട്രെയിനിങ് സിസ്റ്റം. അപ്പോൾ ഇയാളെ നമ്മൾ നേരത്തെ ഞാൻ കുറേ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നല്ലോ, അയാളുടെ ട്രെയിൻഡ് ആണോ, അയാൾക്ക് ആ ജോലിയെ പറ്റി നല്ല റോൾ ക്ലാരിറ്റി ഉണ്ടോ, അല്ലെങ്കിൽ അയാൾക്ക് ആ ജോലിയെ പറ്റി നല്ല അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടോ, അല്ലെങ്കിൽ അയാൾക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട് ഈ ജോലിയിൽ. അതൊക്കെ പ്യുവർലി സ്കിൽ പാർട്ടാണ്. വിൽ പാർട്ട് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അതായത് അയാളുടെ ആറ്റിറ്റ്യൂഡായിട്ട് ബന്ധപ്പെട്ട് അയാൾക്ക് ഇത് ചെയ്യാനുള്ളൊരു മനസ്സുണ്ടല്ലോ, വില്ലിങ്നെസ്, നമ്മുടെ ആ ജോലിയോട് അവർക്കുള്ള ഒരു ഇഷ്ടം. അബ്സല്യൂട്ട്ലി. അപ്പോൾ അയാൾ താല്പര്യത്തോടെ തന്നെയാണോ വന്നതെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ആയിരിക്കില്ല. അപ്പോൾ അയാൾക്ക് ഇത് ചെയ്യാനുള്ള വില്ലിങ്നെസ് ഉണ്ടോ, അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ അയാൾ നിങ്ങളുടെ ടീമായിട്ട് ജെല്ലാണ്. അപ്പോൾ ഇതിനെല്ലാം നോ ആണ് ആൻസർ എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിലെല്ലാം അയാൾക്ക് കൃത്യമായ ധാരണ ഉണ്ടാക്കി കൊടുക്കണം. ട്രെയിനിങ് ഇല്ലെങ്കിൽ ഡെഫിനറ്റ്ലി ട്രെയിനിങ് എന്ന് പറയുന്നത് നിങ്ങളൊരു JD കൊടുക്കുന്നുണ്ടാവും, ജോബ് ഡിസ്ക്രിപ്ഷൻ. ആ ജോബ് ഡിസ്ക്രിപ്ഷൻ പൂർണ്ണമായിട്ടും അയാൾ വായിച്ച് മനസ്സിലാക്കണം, നമ്മൾ വായിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ വേണം. ദെൻ യു പുട്ട് സം ടിക്ക്. ഓക്കെ, യെസ് നോ. അപ്പോൾ നോ എന്ത് ചെയ്യുക, നമ്മൾ യെസ് ആക്കി മാറ്റും. ഓക്കെ, അവിടെയാണ് നമുക്കൊരു ട്രെയിനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത് അല്ലേ. അബ്സല്യൂട്ട്ലി. ആളെ ആദ്യം നമ്മളൊന്ന് ഇനീഷ്യലി സ്റ്റഡി ചെയ്യണം, എന്നിട്ട് നമ്മുടെ ജോബ് റോൾസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തതിന് ശേഷം ആളെ ഇത് എന്തൊക്കെയാണ് ചേഞ്ചസ് അല്ലെങ്കിൽ ആൾ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുന്നത് അതിനനുസരിച്ച് നമ്മൾ വീക്ക് പോയിന്റ്സിൽ നമ്മൾ ട്രെയിനിങ്സ് കൊടുക്കണം, ആളെ ഇമ്പ്രൂവ് ചെയ്യണം. അവിടെയാണ് ഒരു ക്വാളിറ്റി ഉള്ള എംപ്ലോയീസ് അല്ലെങ്കിൽ ഒരാൾ വരുന്നത് ഒരു കമ്പനി. അബ്സല്യൂട്ട്ലി. അപ്പോൾ അവിടെ നിന്ന് തൊട്ടത് തുടങ്ങും. ശരിക്കും ട്രെയിനേഴ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളെപ്പോലുള്ള ട്രെയിനേഴ്സ് മാത്രമല്ല ഇതിൻ്റെ മേജർ കോൺട്രിബ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. ശരിക്കും ഓരോ കമ്പനികളിലും അവിടെ ഉള്ള സീനിയേഴ്സും അവിടുത്തെ ടീം ലീഡേഴ്സും മാനേജേഴ്സും അസിസ്റ്റൻറ്റ് മാനേജേഴ്സും അവിടെയുള്ള എല്ലാവരും ലിറ്ററലി ട്രെയിനേഴ്സാണ്. അവരാണ് ആക്ച്വലി ഇവരെ ട്രെയിൻ ചെയ്യേണ്ടത്. എല്ലാ തവണ നീക്കൊരു എക്സ്റ്റേണൽ ഒരു ട്രെയിനറെ കൊണ്ടുവന്നിട്ട് ട്രെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും, കാരണം ഫിനാൻഷ്യലി അത് വയബിൾ ആവില്ല പല സമയത്ത്. അപ്പോൾ എന്താ, നിങ്ങളുടെ കമ്പനിയിൽ ഒരു ട്രെയിനർ വേണം, ഒരു ഇൻറ്റേർണൽ ട്രെയിനർ വേണം. അയാൾക്ക് വലിയ പ്രസൻറ്റേഷൻ സ്കില്ലുള്ള വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളെന്നല്ല, ഒരു ട്രെയിനറെ ഡെവലപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ഇയാളായിരിക്കണം ശരിക്കും, അതൊരു കൺകറൻറ്റ് റോളാകാം. വേറൊരു ജോലി ചെയ്യുന്ന ഒരാൾക്ക് ഒരു കൺകറൻറ്റ് റോൾ ഏൽപ്പിച്ചു കൊടുക്കാം. ഒരു പ്രസൻറ്റേഷൻ സ്കില്ലൊക്കെ ഉള്ള ഒരാളെ അതിലേക്ക് ഏൽപ്പിച്ച് കൊടുത്ത് ഒരു ഇൻഫ്ലുവൻസിങ് കപ്പാസിറ്റി ഉള്ള ഒരാളെ ആ ജോലി ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ സിസ്റ്റമാറ്റിക്കായിട്ട് ഇതിനെ കൊണ്ടുപോകാൻ പറ്റും. നമ്മുടെ റോൾ എന്ന് പറയുന്നത് ഈ കമ്പനികൾക്ക് ഒരു മാസം 2-3 ട്രെയിനിങ്സൊക്കെ ഒരു പരിധിവരെ ഒരു സിസ്റ്റം ബേസ്ഡ് ആയിട്ടുള്ള പ്രോസസ് ബേസ്ഡ് ആയിട്ടുള്ള ഇപ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സെയിൽസിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ലൈക്ക് 50-20 നമ്പേഴ്സ് അല്ലെങ്കിൽ 20 to 30 നമ്പേഴ്സ് സെയിൽസിലെ ആളുകളുണ്ട്. ഇതിൽ ഒരു 90% ആളുകളും വ്യക്തമായ പ്ലാനിങ്ങുകളോടൊന്നും അല്ല ജോലി ചെയ്യുന്നുണ്ടാവും.
അപ്പോൾ അവർ രാവിലെ ഓഫീസിൽ വരും. അവരെത്തുന്നത് 9 മണിക്ക് എത്തേണ്ട ആൾ 9:10 എത്തുന്നുണ്ടാവുക. അപ്പോൾ അവിടെ തൊട്ട് ഇയാളുടെ പ്ലാനിങ്ങുകൾ തെറ്റും. അപ്പോൾ ഇയാൾ 9 മണിക്ക് എഴുന്നേൽക്കണമെങ്കിൽ, അല്ല ഐ മീൻ 9 മണിക്ക് അയാൾ ഓഫീസിൽ വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറഞ്ഞത് ഒരു 6 മണിക്കെങ്കിലും എഴുന്നേക്കണം. കറക്റ്റ് ഡേ അവിടെ നിന്ന് തുടങ്ങുകയാണ്. അപ്പോൾ ഈ പ്ലാനിങ് 6 മണിക്ക് എഴുന്നേക്കണം എന്നുണ്ടെങ്കിൽ ഒരു ദിവസം മുമ്പേ ഇയാളിത് പ്ലാൻ ചെയ്യണം. ഞാൻ നാളെ 6 മണിക്ക് എഴുന്നേക്കണം. എഴുന്നേറ്റ് 7 മണിയാകുമ്പോഴേക്കും എൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് 8 മണിയാകുമ്പോഴേക്ക് കുളിച്ച് 1 മണിക്കൂർ ട്രാവലിംഗ് 45 മിനിറ്റ്സ് ട്രാവലിംഗ് ടൈം ഉണ്ട്. ഒരു 15 മിനിറ്റ് മുമ്പെങ്കിലും ഓഫീസിലെത്തണം. ഇങ്ങനെ ഒരു പ്ലാനിങ് ഒരു ദിവസം മുമ്പേ ചെയ്യണം. പക്ഷെ നമ്മളെ ചുറ്റിലും കണ്ടിട്ടുള്ള കാഴ്ചകൾ എന്ന് പറയുന്നത് രാവിലെ എഴുന്നേറ്റിട്ട് പിന്നെ ഓടുകയാണ്. 7:30 മണിക്ക് എഴുന്നേക്കും. 8 മണിക്ക് ട്രാവൽ ചെയ്യേണ്ട ആൾ 7:30 മണിക്ക് എഴുന്നേറ്റിട്ട് ഹാർബറിൽ ചിലപ്പോൾ അതിനിടയ്ക്ക് കറണ്ട് പോകും, അതിൻ്റെ ഇടയ്ക്ക് അയൺ ചെയ്യാൻ സമയം കിട്ടില്ല, അയാൾക്ക് ചിലപ്പോൾ കുളിക്കാൻ സമയം കിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ നമ്മുടെ ഓഫീസിലേക്ക് ഓടിപ്പിടിച്ചെത്തുന്നത് നമ്മൾ സ്ഥിരം കാഴ്ചയാണ് അല്ലേ. അപ്പോൾ ഇവരൊക്കെ ട്രെയിൻഡ് അല്ലാത്തത് കൊണ്ടുമാണ്. മാത്രമല്ല അവരൊന്നും പ്ലാനിനെ ബേസ് ചെയ്തിട്ടായിരിക്കില്ല ജോലികൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ രാവിലെ ഓഫീസിൽ വരുന്നു, വൈകുന്നേരം തിരിച്ചു പോകും. അങ്ങനെ അപ്പോൾ നിങ്ങൾക്ക് പ്രൊഡക്ടിവിറ്റി അവിടെ നിന്ന് കിട്ടില്ല. അപ്പോൾ ഇവരൊക്കെ ശരിക്കും ട്രെയിൻഡ് ആവപ്പെടണ്ടേ? ട്രെയിൻഡ് ആവണം. കാരണം എന്താണെന്ന് വെച്ചാൽ ശരിക്കും എന്താ പറയുക, ഈ ഒരു ഓട്ടം രാവിലത്തെ ഈ ഓട്ടമൊക്കെ കഴിഞ്ഞും കണ്ട് ചിലപ്പോൾ ഓഫീസിലെത്തുമ്പോൾ ആ ഒരു ഹറിബറിയിലായിരിക്കും ഓഫീസിലേക്ക് എത്തും. ചിലപ്പോൾ ആ ഒരു ഡേ തന്നെ ഇതാവാൻ മിസ്സാവാൻ ആ ഒരു അബ്സല്യൂട്ട്ലി. അപ്പോൾ ചില ഓഫീസുകളിലെല്ലാം ഈ പഞ്ചിങ് സമയത്ത് ചെയ്തിട്ടില്ലെങ്കിൽ പെനാൽറ്റി ഉണ്ടാവും, ചിലപ്പം കട്ട് ചെയ്യും, സാലറി കട്ട് ചെയ്യും, അങ്ങനെയൊക്കെ നമ്മൾ കാണും. അപ്പോൾ ഇത് ഇയാളിൽ കൂടുതൽ സ്ട്രെസ് ഉണ്ടാക്കും. അപ്പോൾ അയാൾക്ക് ആ ദിവസം വളരെ മോശമായിട്ട് തുടങ്ങുന്ന ഒരു ദിവസം വളരെ നല്ല രീതിയിൽ ഒരിക്കലും അവസാനിക്കില്ല. നല്ല തുടക്കം വേണം, നല്ല രീതിയിൽ അവസാനിക്കണം എന്നുണ്ടെങ്കിൽ അവിടെയാണ് പ്ലാനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്. വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്യണം. അവിടെ ഒരു നല്ലൊരു പ്രോപ്പർ ട്രെയിനിങ് ഉണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് വരെ നമുക്ക് പ്ലാൻ ചെയ്ത്. അബ്സല്യൂട്ട്ലി. ഇങ്ങനെയുള്ള ട്രെയിനിങ്ങുകൾ പല ആളുകളുടെ ലൈഫിനെ ചേഞ്ച് ചെയ്യും ശരിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഈ പറയുന്ന സോ കോൾഡ് മോട്ടിവേഷണൽ ട്രെയിനിങ്ങിനേക്കാൾ ഉപരി ഡെഫിനറ്റ്ലി മോട്ടിവേഷണൽ ട്രെയിനിങ്സ് ആളുകളെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. പക്ഷേ നമ്മൾ വർക്കിൽ ഇതിന് റെഗുലറായിട്ടൊരു ഇൻറ്റേർണൽ ഫെസിലിറ്റി വെച്ചിട്ട് മോണിറ്റർ ചെയ്ത് നമുക്ക് എല്ലാവരെയും നമുക്ക് മോണിറ്റർ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും, അല്ലെങ്കിൽ അയാളെ ഗ്രൂം ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ അജയ് അജയ് ഇപ്പോൾ നമ്മളോട് സംസാരിക്കുന്നു. അജയ് മറ്റു പലരിലും കണ്ടിട്ടാണ്, ഈ ഒരു സ്കില്ല് കണ്ടിട്ടാണ് അജയ് അതിലേക്ക് വന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ഓഫീസിലെ ആളുകൾ നിങ്ങളെ ഗ്രൂം ചെയ്ത് കൊണ്ടുവന്നതാണ്. പക്ഷേ ഇറ്റ് മൈറ്റ് ബി അതൊരു വളരെ എഫക്റ്റീവായിട്ടുള്ള മെത്തേഡ് ആയിരിക്കണം എന്നില്ല. ഇപ്പോഴും നിങ്ങളെ അണ്ടർസ്റ്റാൻഡിങ്ങിലായിരിക്കും ജോലി ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇൻസ്റ്റഡ് ഇന്ത്യയിൽ മുഴുവൻ വളരെ ഫേമസ് ആയിട്ടുള്ള നിങ്ങളുടെ ജോലിയിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളാണ് നിങ്ങൾക്ക് ട്രെയിനിങ് തരുമെങ്കിൽ അജയ് ഈ കാണുന്ന അജയ് ആയിരിക്കില്ല, അജയ് വേറൊരു അജയായി മാറും. സോ അപ്പോഴാണ് ഈ ട്രെയിനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവുക. നമുക്കൊരു ഗ്രോത്ത്, അതേപോലെ തന്നെ കമ്പനിക്ക് ഒരു ഗ്രോത്ത്, ആ ഒരു ഇതാണ് നമുക്ക് ട്രെയിനിങ്ങിൽ മെയിനായിട്ട് വരേണ്ടത്. പിന്നെ സാറ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്മുടെ അതായത് ഇപ്പം ഫ്രണ്ട് ആൻഡ് എംപ്ലോയി സൈഡ് അല്ലാതെ നമ്മുടെ അതായത് ഇപ്പം കുറച്ച് കാലമായിട്ടുള്ളായിരിക്കും മാനേജർ സൈഡ് അല്ലെങ്കിൽ അങ്ങനത്തെ ആളുകളുണ്ടോ. അപ്പോൾ അവർക്ക് ഈ ട്രെയിനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്, അതായത് ഇപ്പം ഇനീഷ്യലി അവർക്കൊരു ട്രെയിനിങ് കാര്യങ്ങളൊക്കെ നമ്മുടെ കമ്പനിയുടെ വിഷനൊക്കെ എന്താണെന്ന് അറിയുന്ന ആളുകളായിരിക്കും. അപ്പോൾ അവർക്കൊരു ഈ കാലക്രമത്തിൽ ഒരു ട്രെയിനിങ് കിട്ടേണ്ട അതിൻ്റെയൊക്കെ ഒരു ആവശ്യകത എന്തായിരിക്കും? ഡെഫിനറ്റ്ലി നമ്മൾ ഈ ഫ്രണ്ട് ലൈനിൽ അല്ലെങ്കിൽ മിഡിൽ ലെവലിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളുടെ മുകളിൽ ഒരു സൂപ്പർവൈസറി അല്ലെങ്കിൽ മാനേജീരിയൽ റോളുകളിലുള്ള ആളുകളുണ്ട്. സോ ഈ ആളുകളിൽ ആണ് പ്രൈമറിലി ട്രെയിൻ ചെയ്യപ്പെടേണ്ടത്. ബിക്കോസ് ഒരു 10-15 പേരെ ലീഡ് ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ വ്യക്തിയായിരിക്കും. ശരിക്കും മാനേജേഴ്സ് എന്നതിനേക്കാൾ ഉപരി നമ്മൾ അവനെ ലീഡേഴ്സ് എന്ന് വിളിക്കണം. സോ മാനേജേഴ്സ് എന്ന് പറയുന്നത് മാനേജിങ് തിങ്സ് ആണ്, സൂപ്പർവൈസിങ് തിങ്സ് ആണ്. നമ്മൾ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇത്ര സമയം കൊണ്ട് ചെയ്തു തീർക്കുക, ഇത് റിസൾട്ട് എനിക്ക് വേണം എന്ന് പറയുന്ന മാനേജേഴ്സിനെ നമ്മൾ കൂടുതലും കണ്ടിട്ടുള്ളത്. ആക്ച്വലി മാനേജേഴ്സ് എന്ന് പറയുന്നത് ശരിക്കും ലീഡേഴ്സ് ആയിരിക്കണം എന്നാണ്. സോ ലീഡ് ബൈ എക്സാമ്പിൾ എന്ന് പറയും. ഇപ്പോൾ ലീഡേഴ്സ് എന്ന് പറയുന്നത് അയാൾ മുമ്പിൽ നിന്ന് നയിക്കുന്ന ആളായിരിക്കണം. അപ്പോൾ ഈ മുമ്പിൽ നിന്ന് നയിക്കുന്ന ആൾ പല കാര്യത്തിലും വീക്കാണെങ്കിൽ ഈ ഫോളോ ചെയ്യുന്ന ആളുകൾ അയാളെ ഫോളോ ചെയ്യില്ല. ഇവർ തമ്മിൽ ഇങ്ങനെ ഫ്രിക്ഷൻ നടന്നുകൊണ്ടേയിരിക്കും. അല്ല, നമ്മൾ പല സ്ഥലങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ഒരച്ചിലുകൾ എന്താ ഫൈനലി സംഭവിക്കുകയെന്ന് വെച്ചാൽ 2, 3, 4 മാസം കഴിയുമ്പോഴേക്ക് ഈ ഒരച്ചിലങ്ങ് മൂത്ത് ഈ ഫ്രിക്ഷൻ മൂത്തിട്ട് ഫൈനലി വാട്ട് ഹാപ്പൻസ്, ദിസ് ഗൈ ലീവ്സ് ദ ഓർഗനൈസേഷൻ. അപ്പോൾ എന്താ സംഭവിക്കുക, അത് നിങ്ങളെ HR-നെ ഭയങ്കരമായിട്ട് സ്ട്രെസ്സിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, പുതിയ ഒരാൾ ജോയിൻ ചെയ്തു, അവിടെ ഒരു സൂപ്പർവൈസർ ഉണ്ടായിരുന്നു. സൂപ്പർവൈസറുമായിട്ട് അയാൾ അധികം വൈകാതെ ഒരച്ചിലും ഫ്രിക്ഷനൊക്കെ തുടങ്ങി.
ഈ ഫ്രിക്ഷൻ അവസാനം അതൊരു അട്രീഷനിലേക്ക് മാറി. ഈ അട്രീഷൻ HR-ന് സ്ട്രെസ് കൊടുക്കുന്നു. ഓക്കെ, ഈ സ്ട്രെസ് HR-ൻ്റെ ജോലിനെ കാര്യമായി ബാധിക്കുന്നു. ഇത് ബാക്കിയുള്ള എംപ്ലോയീസിനെയും ബാധിക്കുന്നു, ഇത് മാനേജ്മെൻറ്റിനെയും ബാധിക്കുന്നു. അപ്പോൾ ചിലപ്പോൾ ഒരു ലെയറിലുള്ള ഒരു വ്യക്തിൻ്റെ പ്രശ്നമായിരിക്കാം, പക്ഷെ അത് ഓവറോൾ ഓർഗനൈസേഷൻ നിങ്ങൾ പോലും അറിയാതെ അതിങ്ങനെ പതിയെ പതിയെ കാർന്നതിനുണ്ടാവും. പലപ്പോഴും അത് അറിയില്ല, കാരണം സീനിയേഴ്സായിട്ടുള്ള ആളുകൾക്ക് ഇതിനെ മോണിറ്റർ ചെയ്യാനോ നോക്കാനോ ഒന്നും സമയമുണ്ടല്ലോ. അവർ ദെയർ ഇൻ എ ഹറി. അപ്പോൾ എവ്രി ഡേ ഇതിനെ നോക്കാനും ഇതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും അതിന് വേണ്ടിയിട്ടുള്ള കൗണ്ടർ ആക്ഷൻസൊക്കെ എടുക്കാൻ പറ്റണം. അപ്പോൾ നിങ്ങൾ നേരത്തെ ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം. അതായത് മാനേജേഴ്സ് എന്ന് പറയുന്നത് അവരെ കണ്ടായിരിക്കും അല്ലേ താഴെയുള്ള ആളുകൾ പഠിക്കാം. എല്ലാ ഓർഗനൈസേഷനിലും നല്ല പ്രൊഡക്ടിവിറ്റി ഉള്ള, നല്ല ബിഹേവിയറുള്ള, നല്ല ചാപ്സ്, നല്ല നല്ല ആളുകളുണ്ടാവും, നല്ല എക്സ്പീരിയൻസ് ഉണ്ടാവും. ഇങ്ങനത്തെ ആളുകളെയാണ് പൊതുവെ മാനേജറൊക്കെ ആയിട്ട് പൊതുവെ വെക്കുക, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് മാത്രം നോക്കിയിട്ട് വെക്കും. ആക്ച്വലി അതല്ല അതിൻ്റെ ഒരു മെത്തേഡ്. ഇയാളെ ഈ പൊസിഷനിലേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പ് അയാളുടെ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് നമ്മൾ ശരിക്കും, ലീഡർഷിപ്പ് ക്വാളിറ്റിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ലീഡർഷിപ്പ് ക്വാളിറ്റി, അതായത് നമ്മളൊരു ഗ്രൂപ്പിനെ നയിച്ചു കൊണ്ടുപോവുക. നമ്മൾ ഒരു ഇൻഡിവിജ്വലി നന്നായിട്ട് പെർഫോം ചെയ്ത ഒരാൾ, ഇപ്പോൾ നമ്മളൊരു കാർ സെയിൽസിലേക്ക് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഡിജിറ്റൽ മീഡിയയിൽ എല്ലാ മാസവും ഹൈ പെർഫോം ചെയ്യുന്ന ഒരു വ്യക്തി, അയാൾ നല്ല ലീഡറാണെന്നില്ല. ഇപ്പോൾ എക്സാമ്പിൾ ക്രിക്കറ്റ് നമുക്കെല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു സ്പോർട്സ് ഐറ്റമാണ്. അപ്പോൾ അതിൽ സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് പറയുന്ന ആൾ വളരെ മികച്ച ഒരു പ്ലെയറാണ്. പക്ഷേ അയാൾ ക്യാപ്റ്റൻ എന്നുള്ള നിലയ്ക്ക് ഒരു വലിയ സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ കണ്ടിട്ടില്ല. എന്ന് വെച്ചിട്ട് അയാൾക്ക് ലീഡർഷിപ്പ് ഒട്ടുമില്ലെന്നൊന്നും പറയാൻ പറ്റില്ല. ദർ ആർ സം അതർ പാരാമീറ്റേഴ്സ്. അങ്ങനെ പല ഫാക്ടേഴ്സും അതല്ലാത്തതുണ്ടാവും. എങ്കിൽ പോലും സച്ചിനെ നമ്മൾ നല്ല ക്യാപ്റ്റനായിട്ട് നമ്മളധികം കേട്ടിട്ടില്ല. പക്ഷെ അതേസമയം നിങ്ങൾ മഹേന്ദ്ര സിംഗ് ധോണി, സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ മഹേന്ദ്ര സിംഗ് ധോണിക്ക് സച്ചിൻ്റെ 7 അയലത്തൊന്നുമില്ല. പക്ഷേ അദ്ദേഹം ലോകം അറിയപ്പെടുന്ന ഒരു വലിയൊരു ക്യാപ്റ്റനാണ്, നല്ലൊരു ലീഡറാണ്. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇയാളുടെ അണ്ടറിൽ ജോലി ചെയ്യുന്ന 2 പേര്, ദേ ആർ പ്രൊഫഷണൽസ്. ദാറ്റ് ഇസ് ദ റീസൺ ഐ ടോൾഡ് യു ദേ വർക്കിംഗ്. ഇപ്പം നിങ്ങൾ രോഹിത് ശർമ്മനെ എടുക്കുകയാണെങ്കിലും ഇപ്പുറത്ത് വിരാട് കോഹ്ലി, ഈ 2 പേരും പുള്ളിയുടെ അണ്ടറിലുണ്ടായിരുന്നു. ഈ 2 പേരും എക്സ്ട്രാ ഓർഡിനറിലി ടാലൻറ്റഡാണ്. പക്ഷേ അവർ തമ്മിൽ ചിലപ്പോൾ ഇടയ്ക്ക് ഫ്രിക്ഷനും കാര്യങ്ങളൊക്കെ നമ്മൾ പത്രങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 2 ആളുകളെയും കൊണ്ട് നടക്കാൻ അതിനേക്കാളും സ്കില്ലുള്ള ഒരാൾ വേണം. അതാണ് ഈ മഹേന്ദ്ര സിംഗ് ധോണി എന്ന് പറയുന്നത്. അയാൾ അതിൽ ഭയങ്കരമായിട്ട് വിജയിച്ച ആളാണ്. അപ്പോൾ അയാൾക്ക് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ടാവും ഈ വേൾഡ് കപ്പിലൊക്കെ ഫൈനലിൽ ഒരു പന്ത് ബാക്കിയുണ്ട്, പക്ഷേ 6 ചിലപ്പോൾ ഓപ്പോസിറ്റ് ടീമിന് 1 റണ്ണ് മതി. പക്ഷേ ഈ ധോണി അവസാന നിമിഷം വരെ ആ ഒരു പന്ത് എറിഞ്ഞു തീരുന്നത് വരെ ഇയാൾ ആ ഫ്രണ്ടിൽ ഇങ്ങനെ മല പോലെ ഉറച്ച് നിൽക്കുന്ന ഒരാൾ. ശരിക്കും അതാണ് ലീഡർഷിപ്പ് എന്നൊക്കെ പറഞ്ഞത്. അങ്ങനെ പല ലീഡേഴ്സിനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ശരിക്കും എന്താ പറയുക, നമ്മുടെ ഒരു ഓർഗനൈസേഷനിലാണെങ്കിൽ പോലും ഒരാളെ നമ്മൾ ചൂസ് ചെയ്യും, മാനേജർ അല്ലെങ്കിൽ ഒരു ഹെഡ് പൊസിഷനിലേക്ക് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ആളുടെ സ്കില്ലിനപ്പുറത്തേക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റിക്കാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അബ്സല്യൂട്ട്ലി കറക്റ്റ്. അതിൻ്റെ കൂടെ തന്നെ ഈ മാനേജേഴ്സിൻ്റെ റോളെന്ന് പറയുന്നത്, ഞാൻ പല ഓർഗനൈസേഷന് വേണ്ടിയിട്ടും കൺസൾട്ടിങ് പ്രൊജക്റ്റുകൾ ചെയ്യുമ്പോൾ, അത് അപ്പാർട്ട് ഫ്രം ഓട്ടോമൊബൈൽ അല്ലാത്ത ഇൻഡസ്ട്രിയിലും ഞാൻ കണ്ടിട്ടുണ്ട്. ഈ മാനേജർ റോളിലേക്ക് നമ്മൾ കുറച്ച് കാലത്തേക്ക് ഒരാളെ ട്രൈ ചെയ്യും. ഒരു 3 മാസം സമയം യു ഹാവ് ടു പ്രൂവ് ഫോർ ദീസ്. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ നന്നായിട്ട് പോവുകയാണെങ്കിൽ യു വിൽ ബി കണ്ടിന്യൂയിങ് ആസ് എ മാനേജർ. അപ്പോൾ ഞാൻ പല സ്ഥലങ്ങളിലും ഇത് ട്രൈ ചെയ്ത സമയത്ത് ഈ പൊസിഷനിലേക്ക് അലോക്കേറ്റ് ചെയ്ത ആൾ പറയണേ ഞാൻ കേട്ടിട്ടുണ്ട്, മാനേജറായാൽ ചീത്ത പറയണം. അതായത് മാനേജറായ ചീത്ത പറയുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സ്ക്രൂ ചെയ്യുന്ന ഞെട്ടിക്കുന്ന ഒരാളാണ് ലീഡർ അല്ലെങ്കിൽ മാനേജർ എന്നാണ് ആ വ്യക്തിയുടെ ധാരണ. അതെനിക്ക് ഒരു പരിധിവരെ എനിക്ക് ചിരിയും വന്നു, പക്ഷെ അതൊരു വലിയൊരു ഐ ഓപ്പണറായിരുന്നു എനിക്ക്. അപ്പോൾ ആളുകൾ വിചാരിക്കുന്ന മാനേജർ, ഇപ്പം അജയ് ആദ്യം ജോലി ചെയ്ത സ്ഥലത്താണെങ്കിൽ പോലും മാനേജർ എന്ന് പറയുന്നത് നമ്മളെ സ്ക്രൂ ചെയ്യണ ഒരാളായിട്ട് പലപ്പോഴും നമുക്ക് തോന്നാം. പക്ഷെ അങ്ങനെയല്ല. അപ്പോൾ നമ്മൾ ഒരാൾക്ക് ഒരു പെർട്ടിക്കുലർ ടാസ്ക് അസൈൻ ചെയ്യണം. അത് സെയിൽസ് ആയിക്കോട്ടെ, ഓപ്പറേഷൻസ് ആയിക്കോട്ടെ, സപ്പോസ് ഒരു വീഡിയോ ക്യാപ്ചറിങ് ആയിക്കോട്ടെ. അപ്പോൾ വീഡിയോ ചെയ്യുന്ന ഒരു വീഡിയോഗ്രാഫറിന് മുകളിൽ ഒരു മാനേജർ ഉണ്ടെന്ന് വിചാരിക്കാം. ഈ മാനേജർ ഇയാൾക്ക് അസൈൻ ചെയ്ത് കൊടുക്കുന്ന ടാസ്കുകൾക്കൊരു കണക്കുണ്ടാവണം. ഇപ്പോൾ ഇന്ന് നിങ്ങൾ N നമ്പർ ഓഫ് ആക്ടിവിറ്റീസ് ചെയ്യണം എന്ന് പറയുകയല്ല ലിറ്ററലി ചെയ്യേണ്ടത്. സോ അതിനൊരു സ്ട്രക്ചേർഡ് വേ വേണം. ഇപ്പോൾ 6 മുതൽ 8 ടാസ്ക് വരെ നിങ്ങൾ ഒരു ദിവസം ഒരാൾക്ക് കൊടുക്കാൻ പാടുള്ളൂ. ആളുടെ ഒരു കേപ്പബിലിറ്റിയും
കൂടെ മനസ്സിലാക്കി അതും കൂടെ നോക്കണം, കാപ്പബിലിറ്റി നോക്കണം ഡെഫിനറ്റ്ലി. അതുകൂടാതെ ഒരു വ്യക്തിക്ക് ഒരു ദിവസം ചെയ്യാൻ പറ്റുന്ന ടാസ്കുകൾക്ക് ഒരു പരിധിയുണ്ട്. അയാൾ 8 മണിക്കൂറല്ലേ നിങ്ങളുടെ കമ്പനിയിൽ ജോലി, അല്ല 9 മണിക്കൂർ, 10 hours. ഈ 10 മണിക്കൂറിനുള്ളിൽ ചെയ്തു തീർക്കാൻ പറ്റുന്ന ടാസ്കുകൾ കൊടുക്കാൻ പാടില്ല. കറക്റ്റാ. അപ്പം ഇത് ടാസ്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ വൈ എന്നുള്ള ആദ്യം ചോദിക്കണം. ഞാൻ എപ്പോഴും വൈയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറയും. വൈ, എന്തുകൊണ്ട് താങ്കൾ ഇത് ചെയ്യണം. അടുത്തത് വാട്ട്, എന്താണ് ചെയ്യേണ്ടത്. ദെൻ ഹൗ, എങ്ങനെ ചെയ്യണം, എത്ര ടൈം ഫ്രെയിം കൊണ്ട് ചെയ്യണം. ഈ ചോദ്യങ്ങളെല്ലാത്തിനും ആൻസറും കൂടെ കൊടുത്തിട്ട് വേണം അയാൾക്ക് ആ ഡ്യൂട്ടി അസൈൻ ചെയ്ത് കൊടുക്കാൻ. എന്നിട്ട് ഇതിനെ നമ്മൾ വൈകുന്നേരം എന്ത് ചെയ്യണം, ഇത് നടന്നിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യാം. അത് നിങ്ങൾ അയാളെ പിടിച്ചിട്ട് പോലീസ് എന്ന് പറയാൻ പാടണമെന്ന് എനിക്കറിയില്ല, ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിലല്ല അയാളോട് ചോദിക്കേണ്ടത്. സോ ഇത്രയും കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ, അപ്പോൾ നടന്നില്ല, വൈ, എഗെയിൻ യു ആസ്ക് വൈ. അപ്പോൾ അത് നടന്നിട്ടില്ല, എന്തുകൊണ്ട് നടന്നില്ല, ഇതുകൊണ്ട്. അപ്പോൾ വാലിഡ് ആണെങ്കിൽ എന്ത് ചെയ്യുക, ഹീ നീഡ്സ് എ സപ്പോർട്ട്, അല്ല ഒക്കെ സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ മാനേജർക്ക് ആ കാര്യത്തിൽ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ഇത് നേരെ അടുത്ത ദിവസത്തേക്ക് പോസ്റ്റ്പോൺ ചെയ്യപ്പെടുക. ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് മോണിറ്റർ ചെയ്ത് നിങ്ങൾ പോലും അറിയാതെ, ഇപ്പോൾ അജയാണ് മാനേജറെങ്കിൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ അയാളുടെ ലൈഫിനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. അയാളുടെ ഡിസിപ്ലിൻഡായി മാറും. ഈ ടൈം മാനേജ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ അയാൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് അയാളുടെ ലൈഫിൽ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് തുടങ്ങും. അയാൾ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരാളായിട്ട് മാറും. സോ അതാണ് ലീഡർ എന്ന് പറയുന്നത്. ലീഡറിന് പല ടൈപ്പ് ലീഡർഷിപ്പ് ഉണ്ട്. പിന്നെ ഇപ്പം സാർ കുറച്ച് മുന്നേ പറഞ്ഞല്ലോ, അതായത് എനിക്ക് എന്താ പറയുക, പേഴ്സണലി കണക്ട് ചെയ്യാൻ പറ്റുന്നത് എന്താ വെച്ചാൽ, നമുക്ക് തന്നെ ഇപ്പോൾ ഒരുപാട് കമ്പനീസ് അല്ലെങ്കിൽ നമ്മുടെ അവിടെ കമ്പനിയിൽ പോലും നടക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഇപ്പോൾ ഒരു ഫ്രിക്ഷൻ്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ, അതായത് ഒരു സീനിയർ എംപ്ലോയി ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഇല്ലാത്ത ഒരാൾ വരുമ്പം അല്ലെങ്കിൽ എന്താ പറയുക, ആ ഒരു ക്ലാഷ് ഉണ്ടാകുന്നത്, അതെങ്ങനെ നമുക്ക് എന്താ പറയുക ഒരു പ്രോപ്പർ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ എന്നുള്ളൊരു സംഭവം. പൊതുവേ എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിന്നും നമ്മൾ വായിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളിലും പലപ്പോഴും ഇൻസെക്യൂരിറ്റി എന്നാണ് പലപ്പോഴും ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പം ഞാൻ അത്യാവശ്യം പുസ്തകങ്ങളൊക്കെ വായിക്കണം. അത് ഇറസ്പെക്റ്റീവ് ഓഫ് റിലീജിയൻ, ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ നമുക്ക് കുറേ റെഫറൻസ് കിട്ടും. അപ്പോൾ അതിൽ ഈ ദേഷ്യപ്പെടുന്ന ആളുകളായിരിക്കും പലപ്പോഴും പ്രശ്നക്കാരല്ല. ഓഫീസിൽ ഒച്ചയിൽ സംസാരിക്കുക, ബഹളം വയ്ക്കുക, പ്രശ്നങ്ങളുണ്ടാക്കുക. ആക്ച്വലി ദേ ആർ വീക്ക്, ലിറ്ററലി. അവർ ദുർബലനായതുകൊണ്ട് ഈ ദൗർബല്യം ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും ഈ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരാൾ ഒരു 10 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ ഒരു കമ്പനിയിൽ ജോലി ചെയ്യണം. അയാൾക്ക് സെറ്റ് ഓഫ് സ്കിൽസ് ഉണ്ട്. അയാൾ സെയിൽസിൽ നന്നായിട്ട് പെർഫോമർ ആയിരുന്നു, അല്ലെങ്കിൽ ഓപ്പറേഷൻസിൽ നല്ല പെർഫോമർ ആയിരുന്നു, മാർക്കറ്റിങ്ങിൽ പെർഫോമർ ആയിരുന്നു, വാട്ടെവർ. അപ്പോൾ അയാളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ അയാളൊരു പെർഫോമറാണ്. പക്ഷേ ഒരു ജനറേഷന് വേണ്ട രീതിയിലുള്ള സ്കില്ലൊന്നും ചിലപ്പോൾ അയാൾക്ക് ഉണ്ടാവില്ല. ഒരു അപ്ഡേഷൻ എവിടെയോ വിട്ടുപോയിട്ടുണ്ടാവും. അപ്പോൾ അയാളുടെ ഒരു പെർട്ടിക്കുലർ പാത്തിലായിരിക്കും വരിക. മാത്രമല്ല, ഇയാൾ ഇങ്ങനെ ആയതിന് അയാളുടെ മാനേജർക്ക് ഉത്തരവാദിത്തമുണ്ട്. ബിക്കോസ് അയാളാണല്ലോ ഇയാളെ ഗ്രൂം ചെയ്ത് കൊള്ളുന്നുണ്ടാവും. അപ്പോൾ ഇയാളുടെ പാസ്റ്റൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരാളുടെ കൂടെ ആയിരിക്കും ചിലപ്പം ജോലി ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അയാൾക്കൊരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്ത് തുടങ്ങുമ്പോൾ ഈ പ്രശ്നങ്ങൾ പൊങ്ങി വന്നോളൂ. അപ്പോൾ ഈ പുതിയ വന്നാൾ ചിലപ്പോൾ ഒരു ഭീഷണിയായേക്കാം. ഇയാൾ ചിലപ്പോൾ എന്നെക്കാളും കൂടുതൽ കയ്യടി വാങ്ങിയേക്കാം, എനിക്കിവിടെ ഒരു വാല്യൂ ഉണ്ട്, അത് നഷ്ടപ്പെട്ടേക്കാം എന്നുള്ള പല സ്ഥലങ്ങളും നമ്മൾ ഫാമിലികളിലത് കണ്ടിട്ടുള്ളതാണ്. ഇപ്പം നമ്മൾ പല സ്ഥലങ്ങളിലും വീടുകളിലുള്ള കണ്ടിട്ടില്ല, നാത്തൂന് പോലും അമ്മായിയമ്മ പ്രശ്നങ്ങളെന്നൊക്കെ പലപ്പോഴും സ്റ്റഡീസൊക്കെ പറയുന്നത് ഇൻസെക്യൂരിറ്റി എന്നാണ്. അപ്പോൾ ഇതിനെ ഓവർകം ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാൾ ആ ടീമിൻ്റെ ഭാഗമായി മാറിക്കഴിഞ്ഞാൽ, ഇപ്പം നമ്മളെ ടീം ലീഡർ ശരിക്കും അയാളൊരു കുഞ്ഞ് അനിയനെ പോലെ കൊണ്ടു നടക്കേണ്ട ആളാണ്. അയാളാണ് ഈ പ്രശ്നത്തിലേക്ക് വരുന്നതെങ്കിൽ ഹി ഹാസ് സം പ്രോബ്ലം. ഇതിനെ നമ്മൾ ശരിക്കും അഡ്രസ്സ് ചെയ്യേണ്ടതാണ്. അഡ്രസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാളുടെ ഒരു പാസ്റ്റ് നമ്മൾ അനലൈസ് ചെയ്യണം. അയാൾക്കൊരു വീക്ക് പോയിന്റ് ഉണ്ടാവും, അയാൾ എന്തുകൊണ്ട് അങ്ങനെ ബിഹേവ് ചെയ്യുന്നുള്ള ഒരു റീസൺ ഉണ്ടാവും. എവറിത്തിങ് ദർ ഈസ് എ റീസൺ. എല്ലാത്തിനും റീസൺ നമ്മൾ മനസ്സിലാക്കുക, എന്തുകൊണ്ട് ആൾ അങ്ങനെ ബിഹേവ് ചെയ്യുന്നത്. കറക്റ്റ്. മാത്രമല്ല അതിനാണല്ലേ നമ്മൾ സൊല്യൂഷൻ കണ്ടെത്തുന്നത്. അതിനാണ് സൊല്യൂഷൻ. അതിനൊക്കെ വളരെ നല്ല മെത്തേഡുകളുണ്ട്. നമുക്ക് അങ്ങനെയൊക്കെ ഒരാളെ ചേഞ്ച് ചെയ്ത്, കാരണം ഈ 10 പേരെ ലീഡ് ചെയ്യുന്ന ഒരാൾക്ക് ഈ പ്രശ്നം ഉണ്ടെങ്കിൽ ഈ 10 പേരും കൈവിട്ടു പോകും നമുക്ക്. ഇതിന് എണ്ണം കൂടുന്തോറും ഇതിൻ്റെ ഒരു ഡിസാസ്റ്ററിൻ്റെ ഒരു അളവ് വലുതായി കൊണ്ടിരിക്കും. അപ്പോൾ ഇത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ആക്ച്വലി HR ഡിപ്പാർട്ട്മെൻറ്റിൽ ഭയങ്കര റോളുണ്ട്. അപ്പോൾ HR എന്ന് പറയുന്ന ആൾ ഭയങ്കര ഇമ്പാർഷ്യൽ ആയിരിക്കണം. HR എന്ന് പറയുന്ന, അപ്പോൾ ചില സ്ഥലങ്ങളിൽ ഈ HR ഈ പറഞ്ഞ സീനിയേഴ്സ് അല്ല, അവിടെയും തമ്മിൽ ബയാസിങ് കാണാൻ പറ്റും. അപ്പോൾ ഒരു ടീമിനോട് കുറച്ച് ഫേവർ, അങ്ങനെ പാടില്ല. HR എന്ന് പറയുന്നത് വലിയ റോള് വഹിക്കുന്നതാണ്. ദേ ആർ ബ്രിഡ്ജിങ്. ഈ ഓർഗനൈസേഷൻ്റെ മാനേജ്മെൻറ്റും എംപ്ലോയീസായിട്ട് ശരിക്കും ബ്രിഡ്ജ് ചെയ്യുന്ന ആളാണ്. ഒരിക്കലും പാടില്ല. അവരെ വലിയ റോളാണ് ചെയ്യണേ ഒരു കമ്പനിയിൽ. അതിനെ നിലനിർത്തി കൊണ്ടുവന്നത് തന്നെ HR ആണ്. സോ HRസും ഇതിൽ വലിയൊരു, സോ ദേ ഓൾസോ ഹാവ് ടു ബി ട്രെയിൻഡ്.
അവരും ഈ മാനേജ്മെൻറ്റ് ശരിക്കും പഠിക്കും. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.